അന്യമേ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന കുറെ പേരുടെ കാര്യമാണ് പറയുന്നത്. കുറെ പേരുടെ എന്ന് പറയാൻ കാരണം മറ്റുള്ളവരും ഇങ്ങനെയാണോ എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഡിപ്രഷൻ. അതിനെ വിഷാദ രോഗം എന്നൊക്കെ പറയും. ഏത് രീതിയിൽ പറഞ്ഞാലും ഡിപ്രഷനാണ്. മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ അത് പറയാറുണ്ട്. മാനസിക പ്രശ്നങ്ങൾക്ക് ഗുളിക കഴിക്കാത്തവരും ഈ രോഗത്തിന് അടിമയാണ്. ആരാന്ന് വേറെ ആൾ ചൂണ്ടി പറയാൻ കഴിയില്ല. നമുക്കില്ല എന്ന് സ്വയം പറയാനും കഴിയില്ല. ഒരു വ്യക്തി താഴെ കിടന്ന് വന്നാണ്, വളരെ താഴെ കിടന്ന് ബുദ്ധിമുട്ടി, 1 രൂപയ്ക്ക് പോലും ബുദ്ധിമുട്ടിയ വ്യക്തി എങ്ങനെയൊക്കെയോ പഠിച്ചു. പഠിച്ച് വലിയൊരു സ്ഥാനത്ത് എത്തി. ശ്രദ്ധ അതിലേക്ക് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ശമ്പളം കിട്ടും. ലോൺ എടുത്ത് ഒന്നും വേണ്ട വീട് വെക്കാൻ. കല്യാണം കഴിച്ചു. ഭാര്യയ്ക്കും ഇതുപോലെ ശമ്പളം ഉണ്ട്. ഒരു ബംഗ്ലാവ് വെച്ചു. പിന്നെ അപ്പുറത്ത് വേറെ ബംഗ്ലാവ് വെച്ചു. പലയിടത്തിലും ഭൂമി വാങ്ങിക്കൂട്ടി. മക്കളിപ്പോ എവിടെയായിരിക്കും? പഠിപ്പിച്ചതേ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഒരു കാര്യം കുട്ടി പറഞ്ഞാൽ വരെ പറയാ, ഇതല്ല പരീക്ഷയ്ക്ക് ചോദിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് മാത്രം പഠിക്കുക. അങ്ങനെ മക്കള് വിദേശത്ത് അവര് കോടികൾ വാരിക്കൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും കുശലം ചോദിക്കാറുള്ളത്, കുറച്ച് പൈസ ഇവിടെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ എവിടെ ഭൂമി വാങ്ങിയിടാൻ പറ്റും, ഫ്ലാറ്റ് വാങ്ങിയിടാൻ പറ്റും എന്നാണ് ചോദിക്കുക. ഇവിടെ ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ എവിടെയെങ്കിലും വാങ്ങിയിടാൻ പറ്റും. അപ്പൊ അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഈ വ്യക്തി മാനസിക രോഗി അല്ലെങ്കിലും മാനസിക രോഗിയാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ജീവിതത്തിൽ. അച്ചീവ്മെന്റ് ഡിപ്രഷൻ, ആ വാക്കാണ് ഇതിന് യോജിക്കുക എന്ന് വിചാരിക്കും. ലക്ഷ്യസ്ഥാനത്ത് എത്തി, ഇനിയോ ഡിപ്രഷൻ. പ്രൊമോഷൻ കിട്ടി, അതിനേക്കാൾ വലിയ പോസ്റ്റ്, രാജാവായി, പിന്നെന്തായി? ചക്രവർത്തിയായി. ചക്രവർത്തിയല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമ നിങ്ങൾ. അപ്പോഴോ അപ്പുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്, അച്ചീവ്മെന്റ് ഡിപ്രഷൻ. സങ്കല്പിക്കുന്നതിനേക്കാൾ മുകളിലത്തെ സ്ഥാനത്തെത്തി. ചെറിയ ശമ്പളം കിട്ടുന്ന ഒരു തൊഴിലേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവനവന്റെ പ്രൊഫഷനിൽ ഇതിലും അപ്പുറമില്ല. കോടികൾ പ്രതിഫലം വാങ്ങുന്നവരുണ്ട്. അവരുടെ പ്രത്യേക പ്രശസ്തിയും മിടുക്കും കാരണം കൊണ്ട് ഒരു 50 പേര് വന്നിട്ട് 50 കോടി ഉറുപ്പ്യ വെച്ചിട്ട് അഡ്വാൻസ് കൊടുക്കാറുണ്ട്. 50 കോടി അഡ്വാൻസ്. ജീവിതത്തിന്റെ തുടക്കം ഇവിടുന്ന ഇത്രയും വലിയ സ്ഥാനത്ത് എത്തിയപ്പോ
ഞാൻ ഈ വാക്ക് കേൾക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റി. ലക്ഷങ്ങളും കോടികളൊന്നും ഒരു പ്രശ്നമല്ല, അത്രയും ഉണ്ടായിക്കഴിഞ്ഞു. സകല അംഗീകാരവും കിട്ടിക്കഴിഞ്ഞു. അത്രയും അംഗീകാരം കിട്ടിയ വ്യക്തി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞ അനുഭവമാണ്. നമ്മളൊക്കെ എങ്ങനെ ആ സാറുണ്ടല്ലോ ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അസ്വസ്ഥമായിട്ട് ജനവാരി കൂടെ ഇങ്ങനെ നോക്കുന്നതാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല, ഉള്ളില് വളരെ അസ്വസ്ഥനാണ്. വേറൊരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ബന്ധത്തിന്റെ കുറവാ, സകലേന്റെയും പല്ല്, ഇഷ്ടം പോലെ പണമില്ലേ, താമസിക്കാൻ വീടില്ലേ, മക്കള് നല്ല രീതിയല്ലേ, പക്ഷെ ഇനിയിപ്പോ ഒന്നും ചെയ്യാല്ലേ. ഈ കാരണം കൊണ്ട് ഈ സെലിബ്രിറ്റി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, ഇതിലൊന്നിലും ഒരർത്ഥമില്ല എന്നും ഇതുണ്ടാവൂ. അതൊരു വല്ലാത്ത കാര്യമാണല്ലോ. സംഗതി ശരി, ഇതൊന്നും നിലനിൽക്കൂ. അച്ചീവ്മെന്റ് എല്ലാം കിട്ടി, അത് മുഴുവൻ ഡിപ്രഷനായിട്ട് മാറി. ഒരു വ്യക്തി റിട്ടയർ ചെയ്തു, എന്നോട് പറഞ്ഞു നാട്ടിലാണ് താമസിക്കുന്നത്, സിറ്റി വേണ്ട, ഫ്ലാറ്റിൽ ഇത്ര കാലമൊക്കെ താമസിച്ചു, ഇപ്പൊ ഇന്നോടത്തിൽ വീട് വെക്കുകയാണ്. ജന്മസ്ഥലത്ത് വീടാകുമ്പോ അപ്പുറത്തെ വീട്ടില് ചേച്ചി താമസിക്കുന്നുണ്ട്, വേറെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് ആരെങ്കിലൊക്കെ ഉള്ളിടത്തിലാണല്ലോ താമസിക്കുക. അങ്ങനെ വന്നിട്ട് എന്നോട് കുശലം പറയുമ്പോ ഞാൻ വിചാരിച്ചു ഇത്ര ആഹ്ലാദത്തോടു കൂടി ഇനി ഇദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അച്ചീവ്മെന്റ് ഡിപ്രഷൻ തുടങ്ങേണ്ട സമയമായി. നേട്ടങ്ങളൊക്കെ ആയി. നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വീട് വെക്കലും ബാഗിൽ കുറെ പൈസ ഉണ്ടാവുകയും മക്കള് നല്ല സ്ഥിതിയിൽ എത്തുക എന്നുള്ളതാണല്ലോ. മകളുടെ കല്യാണവും കഴിഞ്ഞു, നേരത്തെ പോയിട്ട്. അവിടുന്ന് ഡിപ്രഷൻ തുടങ്ങി. പുതിയ വീട് വെച്ചിട്ടുണ്ട്, അവിടെ വഴക്ക് തുടങ്ങി. ഫോൺ ചെയ്തിട്ട് എന്നോട് പറയാണ്, ഞാനുണ്ടല്ലോ അവളെ വെട്ടിക്കൊല്ലും, എന്നോടാ കളി. ആദ്യം അവളെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഭാര്യയെ പറ്റിയാവുന്നു. നോക്കുമ്പോ ഭാര്യയെ കുറിച്ചല്ല, ചേച്ചിയെ കുറിച്ച്. ആകെ ഒരു ചേച്ചിയുള്ളൂ അതിനപ്പുറത്ത്. ആ ഗ്രാമവുമായിട്ട് ഇദ്ദേഹത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ചേച്ചി മാത്രമാണ്. അങ്ങനെയില്ലേ, നമുക്ക് ഓരോരോ സ്ഥലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ഒരാൾ അവിടെ ഉണ്ട്, നമ്മുടെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെ വെച്ചല്ലേ നമ്മൾ ആ സ്ഥലത്തിനെ വിലയിരുത്തുന്നത്. ആ സ്ഥലത്ത് എന്റെ അനിയുണ്ട് അല്ലെങ്കിൽ ഏട്ടനുണ്ട്, അങ്ങനല്ലേ വിലയിരുത്തുന്നത്. അവിടെ പോയി താമസം പിറ്റേ ദിവസം വിളിക്ക് ചേച്ചി ആയിട്ട് തെറ്റി, വായ തോന്നിയ വർത്താനം പറഞ്ഞതായിരിക്കും തെറ്റിയത്. എന്ത് പറഞ്ഞിട്ട് അറിഞ്ഞൂടാ. എന്നിട്ട് അതിന്റെ ക്ഷോഭം മാക്സിമത്തിൽ എത്തിയിട്ട് വിളിച്ചു പറയുകയാണ്, ചേച്ചിയെ തട്ടുന്നു. ഇതിന്റെ പേരാണ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഗ്രാമീണമായൊരു ഭാഷയുണ്ട്, ഉണ്ടിരിക്കണ നായർക്കൊരു വിളി. ഉണ്ടിരിക്കുക, ആഹാരവും ഒന്നിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടില്ലാതെ കഴിയുമ്പോൾ പ്രശ്നമുണ്ടാക്കണം. അങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ട് നാട്ടുകാർ മുഴുവൻ വെറുക്കണം. കാരണം ഇനിയൊന്നും നേടാനില്ല. ക്യാൻസറിനേക്കാൾ വലിയ രോഗമാണ് ഈ രോഗം, അച്ചീവ്മെന്റ് ഡിപ്രഷൻ. അങ്ങനെ നാട്ടുകാരെ കൊണ്ട് തീർന്നു കിട്ടിയാൽ മതിയെന്ന്
തോന്നിപ്പിക്കുന്ന രീതിയിലെത്തി ഒരു ദിവസം വഴിക്ക് വീഴും. ആ വീഴ്ചയായിരിക്കും അന്ത്യം. സമാധാനം ഐസിയുയിൽ കൊണ്ടാക്കി. ഐസിയുയിൽ കൊണ്ടാക്കുമ്പോ ബാക്കിയുള്ളവര് സംസാരിക്കും, നല്ല കാര്യമായിട്ടല്ലല്ലോ പറയും. വേറൊരാൾ പറയുമ്പോഴേ പ്രഷർ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, ഷുഗർ കുറച്ച് കൂടുതലുണ്ട്, കൊളസ്ട്രോൾ, ഇങ്ങനെയൊക്കെ ചില വാക്കുകളൊക്കെ പറയും. സംഭവം എന്താന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് ഉടനെത്തിയ അബദ്ധ. ഇങ്ങനെ ചില ദേവതകളുണ്ട്. ആ ദേവതകളുടെ നാമം 2 അക്ഷരമാണ്. ഇവിടെ ഞാനത് പറയണില്ല, ഒരു 2 അക്ഷരം. ആ 2 അക്ഷരം ഉരിയാടുമ്പോഴേക്കും ദേവത ഇവിടെ വന്നു. ക്രമേണയല്ല. ഈ അച്ചീവ്മെന്റ് ഡിപ്രഷൻ വരാതിരിക്കണമെങ്കിൽ ലക്ഷ്യം ഇത് വിട്ടിട്ട് മാറ്റമില്ലാത്ത ഒരു ലക്ഷ്യം കൂടി ഉണ്ടാകണം. ഇതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല എല്ലാവരും. ഞാനൊരു എഴുത്തുകാരനാണ്, 78ഓളം പുസ്തകങ്ങൾ ഇറങ്ങി, പ്രമുഖമായ 66ഓളം അവാർഡുകളൊക്കെ കിട്ടി. ഇനിയിപ്പോ അങ്ങനെ കിട്ടണമെന്ന് മോഹമൊന്നുമില്ല. പക്ഷെ ഒരു പ്രാർത്ഥന, അച്ചീവ്മെന്റ് ഡിപ്രഷൻ അത് വന്നിട്ട് നാട്ടുകാരുടെ മേക്കെട്ട് കയറാതിരിക്കുക, പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരുടെയും ആഗ്രഹം അയാളൊന്ന് വീണ് കിട്ടണം, ശല്യം തീർന്നല്ലോ. ആ രീതിയിൽ എത്താതിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഉന്നത സ്ഥാനത്തൊക്കെ എത്തുന്ന ആളുകൾക്ക് ഇത് ബാധകമാണെന്ന് അവരുടെ ഓരോരോ ചലനങ്ങളിൽ നിന്നും മനസ്സിലാകും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.